ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട, എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. മുൻ MLA K രാധാകൃഷ്ണന്റെ 2023-24 വർഷത്തെ പ്രാദേശിക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ 20 ലക്ഷം രൂപ ചിലവിൽ വാങ്ങിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ചേലക്കര ആശുപത്രിയിൽ 29 സെന്റ് സ്ഥലം ഇതുവരെ ഏറ്റെടുത്തു എന്നും കെട്ടിടം നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ പദ്ധതി വരികയാണെന്നും ഡയാലിസിസ് കേന്ദ്രത്തിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും MP അറിയിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിക്ക് വാങ്ങിയ ആംബുലൻസിൻ്റെ നിരത്തിലിറക്കുന്ന കാര്യത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഏകദേശം 20 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ആശുപത്രിക്ക് വേണ്ടിയൊരു ആംബുലൻസ് നമ്മൾ വാങ്ങി. 2023-24 സാമ്പത്തിക വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ആംബുലൻസ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. കുറച്ച് കാലതാമസം നേരിട്ടു. കാലതാമസം നേരിട്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടേക്കുള്ള ആംബുലൻസിന് വാങ്ങാനുള്ള പൈസ കൊടുത്തപ്പോൾ ലെഗോ അക്കൗണ്ടിൽ ചെറിയ മാറ്റമുണ്ട്. അത് തിരുത്തി വന്നു കഴിഞ്ഞപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറുടെ പേര് അതും മാറി. അപ്പോൾ അതും മാറ്റാൻ വേണ്ടി കാലതാമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാലതാമസമല്ല, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ കാലതാമസം ആണ് നേരിടുന്നത്. അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് തന്നെ നമുക്ക് ആംബുലൻസ് ഇവിടെ ഓടിക്കാൻ കഴിയുമായിരുന്നു. അത്തരം കാലതാമസങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നമ്മൾ എത്ര കണ്ട് നടത്തിയാലും പല കാരണങ്ങളാൽ കാലതാമസം സംഭവിച്ചുകൊണ്ട് വൈകിയാണെങ്കിൽ പോലും നമുക്കിവിടെ ആംബുലൻസിൻ്റെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടുകൂടി പുതിയ ആംബുലൻസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നു. മറ്റൊരു ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മുന്നേറാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നു. നമ്മുടെ ആശുപത്രിയിൽ വികസിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ലാൻഡ് ലഭ്യമാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ 1 കോടി രൂപ നമുക്ക് ഈ ആശുപത്രി വികസനത്തിന് വേണ്ടി ഭൂമി വാങ്ങാൻ വേണ്ടി മാറ്റിവെച്ചത്. നമ്മൾ തൊട്ടപ്പുറത്തുള്ള വിവിധ സ്ഥലത്തിൻ്റെ ഉടമകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. അതിന് 29 സെൻറ്റ് സ്ഥലം നമുക്ക് ലഭ്യമാക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. 15 സെൻറ്റ് സ്ഥലം കൂടി, മൊത്തം 44 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ലഭ്യമായിട്ടത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ 44 സെൻറ്റ് സ്ഥലം കൂടി തൊട്ടപ്പുറത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 5 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ 5 കോടി രൂപ വീശ് ആ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതോടുകൂടി നമ്മുടെ ആശുപത്രി വികസനം ഒരു പരിധിവരെ സാധ്യമാണ്. അതോടൊപ്പം നമ്മുടെ ഈ OP ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നേരത്തെ വെച്ചതായിരുന്നു. നമ്മുടെ ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനിടയിലാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മാറ്റിവെക്കുക. ഇപ്പോൾ OP ബ്ലോക്കിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് പണി കൂടി അധികം ടൈൽസ് ഇട്ടില്ല, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലംബിംഗ് നടത്തിയിട്ടില്ല. അതിനെല്ലാം കൂടി ഇനി 18 ലക്ഷം രൂപയുടെ പണി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആ 18 ലക്ഷം രൂപ കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. DPM നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഫിനാൻസിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ കീഴിലാണുള്ളത്. എത്രയും പെട്ടെന്ന് 18 ലക്ഷം രൂപ നമുക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും.
നിലവിൽ സർക്കാരിന്റെ 108 ആംബുലൻസ് അടക്കം 2 ആംബുലൻസുകളുടെ സേവനം ഇനി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകും. 20 ലക്ഷം രൂപ ചിലവിൽ എയർ കണ്ടീഷൻ അടക്കമുള്ള പുതിയ ബി ടൈപ്പ് ആംബുലൻസ് ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ P പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM അനീഷ്, ഷിജിത ബിനീഷ്, വാർഡ് മെമ്പർ PA ജാഫർ മോൻ, എല്ലിശ്ശേരി വിശ്വനാഥൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത്, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ KC മുരുകേശൻ, ജോൺ ആടുപാറ, രാഹുൽ V നായർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.